മലപ്പുറത്ത് 14-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചതോടെ ജാഗ്രതയിൽ സംസ്ഥാനം. കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 406 ഇതിൽ 196 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ സംസ്ഥാനമാകെ വലിയൊരു ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 406 ഉയർന്നിരിക്കുന്നു. ഇതിൽ 196 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. കൂടാതെ തന്നെ ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട്. ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മലപ്പുറത്ത് 14-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചതോടെ ജാഗ്രതയിലാണ് സംസ്ഥാനമുള്ളത്. കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 406 ആയിരിക്കുന്നു. ഇതിൽ 196 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. കൂടാതെ തന്നെ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. റിയാസ്, എപ്പോഴാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ചേരുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ അല്പസമയത്തിനകം ചേരും എന്നാണ് അറിയുന്നത്. ഈ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ ഇന്നലെ വരുത്തിയിരുന്നു. ഒപ്പം തന്നെ പുതിയ നിയന്ത്രണങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരുന്നു. മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് ആണ് പ്രഖ്യാപിച്ചത്. നേരത്തെ രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് കടകൾക്ക് അവിടെ ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നത്. അത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എന്ന രീതിയിലേക്ക് 3 മണിക്കൂർ കൂടി അധികമായി നീട്ടി നൽകിയിരിക്കുകയാണ്. മറ്റ് നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്, പുതിയതായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്, ജില്ലയിൽ പൊതുപരിപാടികളിലും സമ്മേളനങ്ങളിലും വിവാഹം, മറ്റ് ആഘോഷങ്ങൾ എന്നിവകളിലും ഒത്തുചേരലുകളിലും കലാകായിക പരിപാടികളിലും ഉദ്ഘാടന പരിപാടികളിലും ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കണം. അത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾ N95 മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. സാധാരണ മാസ്കല്ല, N95 മാസ്ക് ധരിച്ചിരിക്കണം. പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ പെൻഷൻ മസ്റ്ററിങ് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഉണ്ടാകില്ല. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആരും സന്ദർശിക്കേണ്ടതില്ല എന്നൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പൊതുജനങ്ങൾ ആശുപത്രികളിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കണം. അത് നേരത്തെ നിഷ്കർഷിച്ചിട്ടുള്ള നിയന്ത്രണം തന്നെയാണ്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ 1897 പകർച്ചവ്യാധി തടയൽ നിയമം, 2025 ദുരന്ത നിവാരണ നിയമം, പുതിയ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 223 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിക്കുന്നു. ഇത് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിപ അവലോകന യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. അത് തുടങ്ങി എന്നുള്ളതാണ് മലപ്പുറത്ത് നിന്നും ലഭിക്കുന്ന വിവരം. മന്ത്രി ഇത് കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുമ്പോൾ കൂടുതൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലം സംബന്ധിച്ച കാര്യങ്ങൾ, സമ്പർക്ക പട്ടിക വിപുലപ്പെട്ടത്, എല്ലാ കാര്യങ്ങളും മന്ത്രി മാധ്യമങ്ങളോട് അറിയിക്കും എന്നുള്ളതാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 406 പേരായിരുന്നു സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. 139 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 194 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുണ്ടായിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട 15 പേർ വിവിധ ആശുപത്രി ചികിത്സയിലാണ്. അവരുടെ എല്ലാം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പനി മുക്തരായി സാമ്പിളുകൾ നെഗറ്റീവായ ആളുകൾക്ക് ആശുപത്രി വിടാനുള്ള സാഹചര്യവും വന്നിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ ആളുകൾ കൂടുതൽ ജാഗ്രത ഇപ്പോഴും തുടരണം എന്നൊരാവശ്യമുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BSL 3 ലെവലിലുള്ള പരിശോധനയുടെ ലാബ്, മൊബൈൽ ലാബ് സംവിധാനം എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും നേരിട്ട് സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്, സാമ്പിളുകൾ പരിശോധിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ നിപ പരിശോധനാ ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ സാമ്പിൾ പരിശോധനാ ഫലങ്ങൾ, ഇന്നലെ 11 പേർ, 2 തിരുവനന്തപുരം സ്വദേശികളുടെ ഉൾപ്പെടെയുള്ള 11 പേരുടെ നെഗറ്റീവായിരുന്നു. മിനിഞ്ഞാന്ന് 7 പേരുടെ, അങ്ങനെ 18 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായത് വലിയ ആശ്വാസമാണ് പകരുന്നത്. ഇന്നും നാളെയുമൊക്കെയായി നടക്കുന്ന സാമ്പിൾ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ, അത് നെഗറ്റീവാകുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നിപ്പ ഭീതി അകലുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സംസ്ഥാനം നിപ്പ ഭീതിയിലാണ്. മലപ്പുറത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.